സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 90 തിരുവചനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 90 സങ്കീർത്തനം 1 വാക്യത്തിൽ നമ്മുടെ സങ്കേതമായ, തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായ ദൈവത്തെക്കുറിച്ച് ദൈവപുരുഷനായ മോശയുടെ ഒരു സങ്കീർത്തനമാണ്. അതിലൊരംശമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. വേദപുസ്തകത്തിൽ പല ഇടങ്ങളിൽ ദൈവം നമുക്ക് സങ്കേതമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് 46 സങ്കീർത്തനം 1 വാക്യത്തിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകും, കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നും കാണാം. അനാദിയായി അഥവാ ആദിയും അന്തവുമായി ശാശ്വതവാസിയായ ദൈവം, മുഴുപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവം, ഇല്ലായ്മയിൽ നിന്ന് അഥവാ ശൂന്യതയിൽ നിന്ന് ദൃശ്യവും അദൃശ്യവുമായ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിപ്പിച്ച് പരിപോഷിപ്പിക്കുന്ന ദൈവം. ഈ ദൈവത്തെക്കുറിച്ചാണ് സത്യ വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് ഈ ഭൂലോകത്തിലൊക്കെയും നാം കാണുന്നത്. സങ്കേതം, ശരണം, ആശ്രയം, ഇതെല്ലാം ലഭിക്കുന്ന ഒരു ഇടം. ഇത് മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഓടിച്ചെന്ന് ആശ്രയിക്കുവാൻ ഒരു സങ്കേതം, ശരണമായ ഇടം, ആശ്രയമായിരിക്കുന്ന ദൈവം. 125 സങ്കീർത്തനം നാം വായിക്കുമ്പോഴും ഈ ആശ്രയ ദുർഗത്തെ അവിടെ നമുക്ക് കാണാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്നാണ്. നമുക്ക് ആശ്രയിക്കുവാൻ ഒരു ഇടം വേണം. കഷ്ടതയിൽ, കണ്ണുനീരിൽ, വേദനയിൽ, ദുഃഖത്തിൽ, നെടുവീർപ്പിൽ, മാനുഷിക സഹായം വ്യർത്ഥമായി തീരുന്ന ഇടങ്ങളിൽ ഓടിച്ചെന്ന് ആശ്രയിക്കുവാൻ ഒരു സങ്കേതം. ഇത് ദൈവമെന്നാണ് നാം വായിച്ചു കേട്ട 90 സങ്കീർത്തനം 1 തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് മോശ വഴി നൽകുന്നത്. ഈ ദൈവം നമുക്ക് തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു തലമുറയിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് പിന്നത്തേതിൽ അപ്രത്യക്ഷനായ ഒരു ദൈവമല്ല. പ്രത്യുത തലമുറകൾ മാറി മാറി വരുമ്പോഴും ദൈവം മാറ്റമില്ലാത്തവനായി തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക്
സഹായം, ശക്തി, സൗഖ്യം, മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിന് ആവശ്യമായതൊക്കെ നൽകുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ആ സങ്കേത നഗരമായ ദൈവമായ പർവ്വതത്തിൽ നാം ചെന്നാൽ മതിയാവും. അതെ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആ ദൈവത്തിൻ്റെ കരുണയ്ക്കായി അഭയം പ്രാപിക്കുക. നമുക്ക് ആവശ്യമായതൊക്കെ നൽകുവാൻ അവിടുത്തെ കരങ്ങളിൽ എല്ലാമുണ്ട്. ആമേൻ. she